എൻ്റെ പേര് ജോസഫ് പൊന്നോലി. അന്ന് അറിഞ്ഞിരുന്ന ഞാൻ നിലമ്പൊഴിഞ്ഞ CMS LP സ്കൂളിലാണ് എൻ്റെ പ്രാഥമിക വിദ്യാഭ്യാസം നടത്തിയത്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്കൂളുകളിൽ ഒന്ന്, അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട ഏറ്റവും വലിയ സ്കൂളുകളിൽ ഒന്ന് CMS LP സ്കൂൾ തന്നെയാണ്. ആ സ്കൂളിലെ എന്നെ ഞാനാക്കിയ പല അധ്യാപകന്മാരുമുണ്ട്. അതിൽ ജോയൽ സാർ അന്നത്തെ ഹെഡ് മാസ്റ്ററായിരുന്നു. അദ്ദേഹത്തിന് എന്നോടും ഞങ്ങളുടെ കുടുംബത്തോടും വളരെയധികം സ്നേഹമുണ്ടായിരുന്നു. പിന്നെ എൻ്റെ ക്ലാസ് ടീച്ചറായിരുന്ന റീച്ചൽ അമ്മ, പിന്നെ പൗലോസ് സാറ്, ഇവരെയൊന്നും ഒരിക്കലും എനിക്ക് മറക്കാൻ പറ്റിയില്ല. അവരാണ് എനിക്ക് വളരെയധികം പ്രചോദനവും വളരെയധികം എനിക്ക് സ്നേഹവും വാത്സല്യവും തന്ന് എന്നെ വളരെയധികം പ്രോത്സാഹിപ്പിച്ചത്. ഞാൻ 1-ാം ക്ലാസ്സിൽ പഠിച്ചപ്പോൾ തന്നെ എന്നെ ഇംഗ്ലീഷ് പഠിക്കാനായിട്ട് അവർ പ്രോത്സാഹിപ്പിച്ചു. 1-ാം ക്ലാസ്സിൽ തന്നെ നല്ലപോലെ കണക്കും എനിക്കറിയാവുന്നതുകൊണ്ട് ജോയൽ സാർ എന്നെ 1-ാം ക്ലാസ്സിൽ നിന്ന് 3-ാം ക്ലാസ്സിലേക്ക് ഡബിൾ പ്രൊമോഷൻ വാങ്ങിച്ചു AEOയെ കൊണ്ട് ഇൻസ്പെക്ട് ചെയ്തതിന് ശേഷം. അങ്ങനെ അത്രയധികം വലിയ പ്രോത്സാഹനമാണ് എനിക്ക് അന്ന് കിട്ടിയത്. ജോയൽ സാറും ഉമ്മൻ സാറ്, പൗലോസ് സാറ്, റീച്ചൽ സാറ്, പിന്നെ സാറാമ്മ ടീച്ചറിനെയും എനിക്ക് ഓർമ്മയുണ്ട്. ഇങ്ങനെ അവിടെ ഉണ്ടായിരുന്ന അന്നത്തെ ടീച്ചേഴ്സ് വളരെയധികം ഡെഡിക്കേറ്റഡ് ആയിരുന്നു. അത് എനിക്കൊരിക്കലും മറക്കാൻ പറ്റില്ല. നിലമ്പൊഴി സ്കൂൾ കഴിഞ്ഞിട്ട് സാർ ഏത് സ്കൂളിലോട്ടാണ് പോയത്? നിലമ്പൊഴിയിൽ നിന്ന് അവിടെ 4-ാം ക്ലാസ് വരെ ഉള്ളായിരുന്നു. അതിനുശേഷം ഞാൻ പള്ളിക്കലെ സെൻറ്റ് ജോൺ ബാപ്റ്റിസ്റ്റ് ഹൈസ്കൂൾ, അവിടെയാണ് 5ഉം 6ഉം ചെയ്തത്. അവിടുത്തെ ആ സ്കൂളിലെ അധ്യാപകന്മാരും എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. KJ വർഗീസ് സാറും OP മാത്യു സാറും, അങ്ങനെ CD ദേവസ്യ സാറും. സാർ കഴിഞ്ഞ വർഷം മരിച്ചു. എനിക്കറിയാം. സാറിന് നല്ല പരിചയം. എന്നെ ഇംഗ്ലീഷ് പഠിപ്പിച്ചത് സാറ് പുത്തപ്പള്ളി സ്കൂളിലും പഠിപ്പിച്ചിരുന്നു. അവിടെ നിന്ന് അങ്ങോട്ട് വന്ന. അത് കഴിഞ്ഞിട്ട് അതിനുശേഷം ഞാൻ തമിഴ്നാട്ടിലാണ് പഠിക്കാൻ പോയത്. അവിടെ ഞാൻ എറണാകുളത്തെ 7-ാം ക്ലാസ്സും പിന്നെ 8, 9, 10, 11 തമിഴ്നാട്ടിൽ ഡോൺ ബോസ്കോ സ്കൂളിലാണ് പഠിച്ചത്. അതിനുശേഷമാണ് ചങ്ങനാശ്ശേരി ASP കോളേജിൽ വന്ന് പ്രീ-ഡിഗ്രി BSc MSc പഠിച്ചത്. താങ്ക് യു സോ മച്ച് സാർ. താങ്ക് യു. കൂടുതൽ വിവരങ്ങൾ ഞാൻ ചോദിച്ചറിഞ്ഞോളാം. താങ്ക് യു.